Hello dear students, welcome back to computer science class. We are in the fourth session of chapter 2, data representation and Boolean algebra. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്പർ കൺവേർഷൻസ് നമ്മൾ കണ്ടുവരികയായിരുന്നു. Now you are familiar with the four number systems: decimal number system, binary number system, octal number system and hexadecimal number system. ഈ ഓരോ സിസ്റ്റത്തിലെയുമുള്ള നമ്പർ കൺവേർഷൻസും കണ്ടു കഴിഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടതെല്ലാം ഹോൾ നമ്പേഴ്സിൻ്റെ കൺവേർഷൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ കൺവേർഷനാണ്. അതെല്ലാ സിസ്റ്റത്തിൽ കൂടെയും കടന്നു പോകേണ്ട കാര്യമില്ല. ഡെസിമൽ ടു ബൈനറിയും ബൈനറി ടു ഡെസിമലും. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു നമ്പർ പരിചയപ്പെടുത്താം. സേ ഫോർ എക്സാമ്പിൾ 0.125. ഇതൊരു ഫ്രാക്ഷണൽ നമ്പറാണല്ലോ, ഡെസിമൽ സിസ്റ്റത്തിലെ ഫ്രാക്ഷണൽ നമ്പർ. ഇതിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മളിന്ന് കാണുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ പറയുകയാണ്. ഇൻറ്റിജർ നമ്പറിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്? കണ്ടിന്യൂസ് ഡിവിഷൻ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? 2 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അണ്ടിൽ വി ഗെറ്റ് 0 ആസ് ദ കോഷ്യൻറ്റ്. റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും വി ഗെറ്റ് ബൈനറി നമ്പർ ഫോർ ദി ഗിവൺ ഡെസിമൽ നമ്പർ. ഓക്കെ, ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. തന്നിട്ടുള്ള നമ്പർ 0.125, അതിനത് അതേപടി എഴുതി വെച്ചു. മൾട്ടിപ്ലൈ ദിസ് നമ്പർ ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 2 5s are 10, റിമൈൻഡർ 1, 2 2s are 4, 4 + 1 5, 2 × 1 2. ഇപ്പുറത്ത് ഇൻറ്റിജർ പാർട്ടിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 0 നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇവിടെ ശരിക്കും 0.125 എന്ന് എഴുതുമായിരുന്നെങ്കിൽ 2 × 0 0 തന്നെ കിട്ടും. ആ 0 ആണ് ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ മൾട്ടിപ്ലൈ ദിസ് പ്രോഡക്റ്റ് ബൈ 2. വീണ്ടും ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 0s are 0, 2 5s are 10, 2 2s are 4, 4 + 1 5. ഇൻറ്റിജർ പാർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ 0 കൊടുക്കുന്നു. അഗെയിൻ മൾട്ടിപ്ലൈ ദിസ് പ്രോഡക്റ്റ് ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 0s are 0, 2 0s are 0, 2 5s are 10. 10ൽ 0 അല്ലേ ഇവിടെ എഴുതുള്ളൂ, 1 ഇപ്പുറത്തേക്കല്ലേ വരേണ്ടത്. ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രൈമറി UP ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ 1നെ തൊട്ടിപ്പുറത്ത് എഴുതുന്നതിന് വരെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. ഓക്കെ, ഇൻറ്റിജർ പാർട്ടിൽ വന്ന ഇവിടെ നിന്ന് വന്ന റിമൈൻഡർ 2 5s are 10, ആ 0 അവിടെ ഇട്ട് ബാക്കി വന്ന 1നെ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? 0 അല്ലേ വരത്തുള്ളൂ. സോ വി സ്റ്റോപ്പ് ദിസ് പ്രോസസ് അറ്റ് ദിസ് പോയിൻറ്റ്. ഇനി ചെയ്യേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് 0 0 1 ഇല്ലേ, ഇതിനെ അപ്പിയർ ചെയ്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ അടുക്കി എഴുതിയാൽ മതി. നേരത്തെ റിവേഴ്സ് ഓർഡറിലാണ് പോയത്. എവിടെ? ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ കൺവേർഷനിൽ റിവേഴ്സ് ഓർഡറിലാണ് പോയതെങ്കിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ കേസ് വരുമ്പോഴത്തേനും കിട്ടിയിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ. സോ 0.125ൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. അത് ഈ രീതിയിൽ എഴുതാം. ഈക്വൽസ് 0.001 base 2. So the binary equivalent of 0.125 is 0.001 base 2. ക്ലിയർ? ഇവിടെ ഇപ്പോൾ ഫ്രാക്ഷണൽ നമ്പർ മാത്രമാണ് കൺവേർട്ട് ചെയ്തത്. ഒരു കംപ്ലീറ്റ് നമ്പർ, ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടുമുള്ള ഒരു നമ്പർ തന്നിരുന്നാൽ എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് നോക്കാം. ഞാൻ ഇത്തവണ എടുക്കുന്ന നമ്പർ 19.325. So this number has both integer part and fractional part. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. 19നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ കണ്ടിന്യൂസ് ഡിവിഷൻ പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ? ഇതാ നോക്കിക്കോളൂ. 19 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 2s are 18, റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 2s are 8, റിമൈൻഡർ 1.
വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 2s are 4, റിമൈൻഡർ 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1s, റിമൈൻഡർ 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1ൽ 2 പോവുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? 0. റിമൈൻഡർ എഴുതാൻ മറന്നു പോകരുത്. ഇവിടെ എന്ത് റിമൈൻഡർ എഴുതും? ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, എപ്പോഴാണോ നമുക്ക് കോഷ്യൻ്റ് 0 കിട്ടുന്നത് അതിന് തൊട്ട് മുകളിൽ കിട്ടിയ കോഷ്യൻ്റ് തന്നെയായിരിക്കും ഇവിടുത്തെ റിമൈൻഡറായിട്ട് വരിക. ഈ 1നെ ഇങ്ങോട്ട് ഇറക്കി എഴുതുന്നു. ഓക്കെ, നൗ ദ പ്രോസസ് ഈസ് കംപ്ലീറ്റഡ്. ഇതിനെ റിവേഴ്സ് ഓർഡറിൽ വാരി അടിക്കാൻ മതി. അപ്പോൾ 19 എന്ന നമ്പറിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10011. അപ്പോൾ അതിനെ എങ്ങോട്ട് എഴുതാം? 10011. അതിനുശേഷം പോയിൻ്റ് അല്ലേ വരേണ്ടേ? ദേ പോയിൻ്റ് ഇട്ടു. ഇനി ഫ്രാക്ഷണൽ പാർട്ട് 0.325ൻ്റെ ബൈനറി ഈക്വലൻ്റ് കാണണ്ടേ? തൊട്ട് മുമ്പ് പറഞ്ഞ രീതിയിൽ ദേ 0.325 ഇൻറ്റു 2. 2 5s are 10, 2 2s are 4, 4 plus 1 5, 2 3s are 6. ഇൻറ്റിജർ പാർട്ടിലൊന്നുമില്ലല്ലോ. സോ 0 ഇങ്ങോട്ടേക്ക് എഴുതി. വീണ്ടും ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0, 2 5s are 10, 2 6 are 12, 12 plus 1 13. 3 ഇവിടെ എഴുതി. 13 അല്ലേ? ആ 1 ഇപ്പുറത്തോട്ട് മാറ്റിയല്ലേ എഴുതിയുള്ളൂ. 2 × 6 12. ഇവിടെ റിമൈൻഡർ ഉണ്ടായിരുന്നത് 1 ഉണ്ടായിരുന്നു. 12 plus 1 13. അപ്പോൾ 3 പോയിൻറ്റിൻ്റെ വലതുവശത്തും 1 ഇടതുവശത്തല്ലേ വരേണ്ടത്, അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 0 6. ഇവിടെ എന്ത് വരും? 0. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 0 0 2 2 6 are 12. 12ൽ 2 ഇവിടെ എഴുതി, 1 ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇതിങ്ങനെ ഒരു പക്ഷേ കുറേ നേരം മുന്നോട്ട് പോകും. ചില അവസരങ്ങൾ നമുക്കിത് പ്രോഡക്റ്റ് 0 കിട്ടുന്നൊരു അവസരം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒരു 4 to 5 തൽക്കാലത്തേക്ക് ഒരു 4 to 5 ബിറ്റ്സ് കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നമുക്കിതിൻ്റെ ആൻസറായിട്ട് എഴുതാവുന്നത് ഇതിന് ഈ വന്ന ഓർഡർ തന്നെയല്ലേ എഴുതുക. 0 1 0 1 ഇതിന് ഈ അപ്പിയർ ചെയ്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ എഴുതുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? നേരത്തെ 19ൻ്റെ ആൻസർ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 0.325ൻ്റെ ആൻസർ ആയിട്ടുള്ള 0 1 0 1 ഇത്രയും എഴുതിയിട്ട് നമ്മളിവിടെ എഴുതുന്നു അപ്രോക്സിമേറ്റ്ലി. കഴിഞ്ഞു. ഇത് കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ നോക്കാം. അപ്പോൾ പ്രോഡക്റ്റ് 0 കിട്ടുന്നില്ല എങ്കിൽ ഒരു 4 to 8 ബിറ്റ്സ് വരെ, നമുക്ക് തൽക്കാലം ഒരു 4 ബിറ്റ്സ് വരെ കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിനെ ഇവിടെ എഴുതുന്നു. ക്ലിയർ ആണല്ലോ? സോ ഒരു നമ്പർ, ഡെസിമൽ സിസ്റ്റത്തിലെ ഒരു നമ്പർ, ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ഉള്ള ഒരു നമ്പറിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് കണ്ടു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മൾ റിവേഴ്സ് പ്രോസസ്സാണ് കാണാൻ പോകുന്നത്. അതായത് ബൈനറി ഫ്രാക്ഷൻ തരുന്നു, ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഞാനൊരു ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ഉള്ള ഒരു ബൈനറി നമ്പറാണ് എഴുതാൻ പോകുന്നത്. ഇതാ നോക്കിക്കോളൂ. ഞാനിങ്ങനെ എഴുതി 1011 1001. ഇതാണ് തന്നിട്ടുള്ള ബൈനറി നമ്പർ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ചെയ്തത്? ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ വന്നപ്പോൾ തന്നിട്ടുള്ള നമ്പറിനെ ഒരല്പം സ്പേസ് ഇട്ട് എഴുതുന്നു അല്ലേ? ഇത് അങ്ങനെ തന്നെ ചെയ്യാം. 1011 ഡോട്ട് 1001. നമുക്ക് ഈ ഭാഗം അറിയാമായിരുന്നു. ഇൻറ്റിജർ പാർട്ട് അതിനെ ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തത്? പ്ലേസ് വാല്യൂ അല്ലേ? ഈ പ്ലേസ് വാല്യൂവിനെ വെയിറ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. 1ൻ്റെ പ്ലേസ് വാല്യൂ, ഒരു ബൈനറി നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ പറയുമ്പോൾ എങ്ങനെ പറയുക? 2⁻0 2⁻1 അങ്ങനെ വലത്തുനിന്ന് ഇടത്തേക്ക്. ഏത് നമ്പർ സിസ്റ്റത്തിൻ്റെയും പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് അതാത് നമ്പർ സിസ്റ്റങ്ങളുടെ ബേസിൻ്റെ പവറായിട്ട് പറഞ്ഞാൽ മതി. ബൈനറി ആയതുകൊണ്ട് 2 ആണ് ബേസ്. സോ ഇറ്റ് ഈസ് 2⁻0. നമ്മളെങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? ഇതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ 2⁻0 ഇട്ടു, 2⁻1 2⁻2 2⁻3 ഇങ്ങനെയല്ലേ എഴുതിയത്? ഇതുപോലെ അപ്പുറത്തും പ്ലേസ് വാല്യൂ കൊടുത്താൽ മതി. ഫ്രാക്ഷണൽ പാർട്ടിനും വെയിറ്റ് കൊടുത്താൽ മതി. എങ്ങനെയായിരിക്കും വെയിറ്റ് വരിക? ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പറഞ്ഞു നോക്കണേ. 3 2 1 0 കുറഞ്ഞു പോകുമല്ലേ? 0 കഴിഞ്ഞ അടുത്ത് എന്താ വരിക? യെസ്, -1. അത് തന്നെയാണ്.
2 raised to minus 1, 2 raised to minus 2, 2 raised to minus 3, 2 raised to minus 4. കണ്ടല്ലോ, തന്നിട്ടുള്ള ബൈനറി നമ്പറിലുള്ള ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് വാല്യൂസ് കൊടുത്തു. ഇൻറ്റിജർ പാർട്ട് വരുമ്പോൾ 0, 1, 2, 3 എന്ന് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് വരുന്നു. ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ -1, -2, -3 എന്ന് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്നു. എല്ലാം പ്ലേസ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തന്നിട്ടുള്ള നമ്പറിലെ ഓരോ ബിറ്റിനെയും, ബൈനറി നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് ബിറ്റ് എന്ന് പറയാമല്ലോ, ഓരോ ബിറ്റിനെയും പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 × 2 raised to 0, 1 × 2 raised to 1, 0 × 2 raised to 2, 1 × 2 raised to 3. ഇതുപോലെ അപ്പുറത്തേക്കും പോവാം. 1 × 2 raised to -1, 0 × 2 raised to -2, 0 × 2 raised to -2, 0 × 2 raised to -3, 1 × 2 raised to -4. ആയല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ പ്രോഡക്റ്റെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ? പ്ലസ് 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 പ്ലസ്. ക്ലിയർ? നോക്കാം. 2 raised to 3, 8. 8 × 1, 8 ആയിരിക്കുമല്ലോ. പ്ലസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? 0 × എനിത്തിങ് ഈസ് 0. സോ ഇവിടെ നമ്മൾ 0 ഇട്ടു. പ്ലസ് ഇവിടെയോ 1 × 2 raised to 1. 2 raised to 1 ഈസ് 2. 2 × 1, 2. 2 raised to 0 ഈസ് 1. 1 × 1, 1. പ്ലസ് 2 raised to -1. അതിനെങ്ങനെ എഴുതാം? 2 raised to -1 ഈസ് 1/2 അല്ലേ? 1/2 raised to 1. സോ 1 × 1/2 എന്ന് എഴുതാം. 1 × 1/2. സോ ഞാനതിനെ 1/2 എന്ന് മാത്രം എഴുതി. 1 × 1/2 1/2 ആയിരിക്കുമല്ലോ. ഇവിടെ 0 തന്നെ എഴുതുന്നു, ഇവിടെയും 0 എഴുതുന്നു. പ്ലസ് 1 × 2 raised to -4. അതായത് 2 raised to -4 എങ്ങനെ എഴുതാം? 1/2 raised to 4. 2 raised to -4 ഈസ് ഈക്വൽ ടു 1/2 raised to 4. അതിനെത് അങ്ങനെ എഴുതി. 2 raised to 4 നമുക്ക് 16 എന്ന് എഴുതിക്കൂടെ? 2 raised to 4 ഈസ് 16. ക്ലിയർ ആണല്ലോ? ഇതങ്ങനെ ആഡ് ചെയ്താൽ മതി. 10 + 1 11. ഇവിടെ നമുക്ക് 11 എന്ന് കിട്ടി. 8 + 0 8 + 2 10, 10 + 1 11. ഇനി എന്താ? 1/2 + 1/16. ഇതിന് വേണമെങ്കിൽ ഇപ്പോഴേ തന്നെ ഫ്രാക്ഷണലാക്കി മാറ്റി എഴുതാം. ഇല്ലെങ്കിൽ എങ്ങനെ എഴുതാം? LCM സ്റ്റൈലിലോട്ട് പോകാം അല്ലേ? 16 16 × 2 8 times +1. ശരിയല്ലേ? ഇതല്ലെങ്കിൽ 1/2 എങ്ങനെ എഴുതാം? 0.5 എന്ന് എഴുതാം. 1/16 ഫ്രാക്ഷനായിട്ട് മാറ്റി എഴുതിയാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ എഴുതി. 2ൻ്റെയും 16ൻ്റെയും LCM 16 എന്നെടുത്തു. 16 × 2 8 times 8 × 1 8 പ്ലസ് 16 16 ones 1 + 1 1. അതായത് 11 + 9/16. 9/16 അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്ന് കാൽക്കുലേറ്റർ നോക്കി ഒന്ന് കണ്ടുപിടിക്കൂ. ഒന്നുകിൽ ഡിവിഷൻ ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. സോ ഇറ്റ് ഈസ് 11 + 0.5625. 0.5625. ഇത് തന്നെയാണ് ആൻസർ. കഴിഞ്ഞു. 1011.1001/2 is equivalent to the answer 11.5625. This is the answer. Clear? So decimal to binary, binary to decimal, fractional numbers conversion ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബൈനറി അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെയാണല്ലോ വരുന്നത്. നമ്മൾ കാണുന്നത് ബൈനറി നമ്പേഴ്സ് തമ്മിലുള്ള അഡിഷനും സബ്ട്രാക്ഷനും. അപ്പോൾ ഈ ഒരു അഡിഷൻ നടത്താനായിട്ട് ചില റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അഡിഷൻ നമ്മൾ ഡെസിമൽ സിസ്റ്റത്തിൽ പഠിച്ചതും ഡിജിറ്റ്സ് തമ്മിലുള്ളൊരു അഡിഷൻ ഒരു റൂള് പോലെ പഠിച്ചു അല്ലേ? 1 + 1 ഈസ് 2. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. 1 + 3 ഈസ് 4. എങ്ങനെ? അങ്ങനെയാണ്. ഇറ്റ്സ് എ റൂൾ. 2 + 6 ഈസ് 8 എന്ന് പറയും മാതിരി ഇവിടെ നമ്മൾ അറിയേണ്ട ചില റൂൾസ് ഉണ്ട്. ഡെസിമൽ സിസ്റ്റത്തിൽ വി ഹാവ് 10 ഡിഫറൻറ്റ് സിമ്പിൾസ്. അതുകൊണ്ട് തന്നെ അവ ഓരോന്നും വെച്ചിട്ടുള്ള റൂൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ വി ഹാവ് ഓൺലി 2 സിമ്പിൾസ്, 2 ബിറ്റ്സ്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻറ്റ് കോമ്പിനേഷനിൽ റൂൾസ് ഉണ്ടാക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അഡിഷൻ നടക്കണമെങ്കിൽ 2 ബിറ്റ്സ് വേണമല്ലോ. ആ ബിറ്റ്സ് ഞാൻ തൽക്കാലം AB അഡിഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഓപ്പറൻസ് എയും ബിയും തമ്മിലാണ് ആഡ് ചെയ്യുന്നതെന്ന് കരുതുക. എക്ക് കിട്ടാവുന്ന വാല്യൂ 0,
ബിയുടെ വാല്യൂയും 0 ആകാം. എ 0യും ബി 1ഉം ആകാം. എ 1ഉം ബി 0യും ആകാം. എയും 1 ബിയും 1 ആകാം. ഈ 4 കോമ്പിനേഷനല്ലേ ഉള്ളൂ. 0യും 1ഉം വെച്ചിട്ട് ആഡ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നോക്കിയാൽ ഇത്രയല്ലേ വരുള്ളൂ. അപ്പോൾ എയ്ക്കും ബിക്കും കിട്ടാവുന്ന വാല്യൂസ് ഇതാണ്. ഇനി 0 + 0 ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അഡിഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ സം എന്നല്ലേ സൂചിപ്പിക്കുക. ഞാൻ എൻ്റെ അടുത്തൊരു കോളം എഴുതുന്നു, സം. റൈറ്റ്. 0 + 0 0 ആസ് യൂഷ്വൽ. 0 + 1 1. 1 + 0 1. 1 + 1 2. 2 ആണോ? 2 അല്ല. 2 എന്നൊരു ഡിജിറ്റ് ഇവിടെ ഇല്ലല്ലോ. 1 + 1 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 1 + 1ൻ്റെ ആൻസർ സം ഈസ് 0 ക്യാരി ഈസ് 1 എന്നാണ് പറയുക. 0 ക്യാരി 1 എന്നാണ് പറയുക. കൺഫ്യൂഷൻ കാണുമല്ലേ? നമുക്കിത് പരിചയമുണ്ട്. ഡെസിമൽ സിസ്റ്റത്തിൽ 6 + 2 8, 6 + 3 9, 6 + 4 10 അല്ലേ? ആ 10നെ 0 ക്യാരി 1 എന്ന് പറഞ്ഞു നോക്കൂ, കറക്റ്റായിരിക്കും. 6 + 7 എങ്ങനെ പറയും? 13. ശരിയാണ്, പക്ഷേ അതിനൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ഈ രീതിയിലാണെങ്കിൽ 6 + 7 13 ആൻസർ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കൂ, 3 ക്യാരി 1 അങ്ങനെയല്ലേ പറയുക. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഡിജിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ 2 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ അതിലെ യൂണിറ്റ് പ്ലേസ് മാത്രം എഴുതുകയും മറ്റതിനെ ക്യാരി ഓവർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ശരിയല്ലേ? കുഞ്ഞു ക്ലാസ്സിൽ ചെയ്ത നമ്പേഴ്സ് ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 0 ക്യാരി 1, ആ 1നെ ക്യാരി ഓവർ ചെയ്യുകയാണ് തൊട്ട് ഇടതുവശത്ത് വരുന്ന ബിറ്റ്സുകൾ തമ്മിലുള്ള അഡിഷനിലേക്ക്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. 67 + 84. ഞാൻ പറഞ്ഞ രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. 7 + 4 11 എന്നാണോ എഴുതുക? അല്ലല്ലോ. അങ്ങനെയെങ്കിൽ 7 + 4 11, 8 + 6 14 ഇങ്ങനെ എഴുതേണ്ടി വരും. ഇങ്ങനെ അല്ലല്ലോ നമ്മൾ എഴുതുന്നത്. നോക്കിയോളൂ, നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? 7 + 4 11 ശരിയാണ്, പക്ഷേ 1 ക്യാരി 1 ഇങ്ങനെയല്ലേ പറയുക? 1 ക്യാരി 1. അപ്പോൾ ആ ക്യാരിയെ ഇടതുവശത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു, എന്നിട്ട് അവിടെയുള്ള ഡിജിറ്റ്സിനോടൊപ്പം ആഡ് ചെയ്യുന്നു. 8 + 6 14, 14 + 1 15. 15ൽ 5 ഇവിടെ എഴുതും, 1 ക്യാരി ഓവർ ചെയ്യും. ശരിയല്ലേ? എന്നിട്ട് ആ 1 ഇവിടെ വേറെ ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 അങ്ങ് എഴുതി. 151. ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ? പഴയ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ 0 ക്യാരി 1. അപ്പോൾ ഒരു അഡിഷൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ ഒരു കേസിൽ മാത്രം 2 റിസൾട്ട് വരുന്നുണ്ടല്ലേ? ഒരു സമ്മും ഒരു ക്യാരിയും. അപ്പോൾ ഞാൻ അവിടെ ഒരു പുതിയൊരു കോളം കൂടി എഴുതുകയാണ്, ക്യാരി. അപ്പോൾ ചോദിക്കും, ഇവിടെ ക്യാരി ഇല്ലേ? എഴുതിക്കോ വേണമെങ്കിൽ തൽക്കാലം 0. ഇവിടെ എല്ലാം ക്യാരി 0. ഒന്നും ഇല്ല എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണല്ലോ 0 എന്ന ഡിജിറ്റ് നമ്മൾ കൊണ്ടുവന്നത്. അത് ബൈനറിയുടെ കേസിലാണെങ്കിലും ശരി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടേബിൾ അഡിഷൻ റൂൾസിനെ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ടേബിളായിട്ട് ഇതിനെ കരുതുക. ഈ റൂൾസ് ഉപയോഗിച്ചിട്ടാണ് 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ? നമുക്ക് 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. 1 0 1 1 1. ദിസ് ഈസ് ദ ഫസ്റ്റ് നമ്പർ. ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നത് 1 0 1 0 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദി റൂൾസ്. ഇങ്ങനെ എഴുതാം. പ്ലേസ് വാല്യൂവിൻ്റെ ഓർഡറിലാണല്ലോ എഴുതേണ്ടത് അല്ലേ? റൈറ്റിൽ നിന്ന് അലൈൻ ചെയ്ത് എഴുതി വരണം. ഓക്കെ. 1 + 0 ഓർമ്മ വേണം. 1 + 0 ഈസ് 1. 1 + 1 2 അല്ല, 0 ക്യാരി 1. അപ്പോൾ 0 ഇവിടെ ഇട്ടു, 1 ക്യാരി ചെയ്യുന്നു. ഓക്കെ. 1 + 1 0 ക്യാരി 1. അപ്പോൾ ക്യാരി ഇത് ഇവിടെ ഇട്ടു. അവിടെ ഒരു 0 ഉണ്ടായിരുന്നേ, ആ 0യും ഈ 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 0. ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ നിന്നും റൈറ്റിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിൽ നിന്നും ഒരു ക്യാരി വന്നിരുന്നു. ആ 1 ആണ് ഈ കാണുന്നത്. ഈ 1ഉം ഇതും കൂടി ആഡ് ചെയ്തപ്പോൾ 1 + 1 0 ക്യാരി 1. 0 മനസ്സിരിക്കട്ടെ. ആ ക്യാരി ഞാൻ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തു, ജസ്റ്റ് പ്രീവിയസ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. ഇവിടം വരെ 0 ആയി നിൽക്കുകയാണ്. ആ 0യും ഈ 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ ആൻസർ 0. ക്ലിയർ? ഇനി നോക്കാം. 1 + 0 1. ദാറ്റ് 1 + this 1. അഗെയിൻ 1 + 1 അല്ലേ വന്നത്? 1 + 1 ഈസ് 0 ക്യാരി 1. വീണ്ടും 1 + 1 0 ക്യാരി 1. ഇനി ഇങ്ങോട്ട് വല്ലതുണ്ടോ? ഈ 1 അങ്ങ് ഇറക്കി എഴുതുക. ദിസ് ഈസ് ദി ആൻസർ. ബൈനറി സബ്ട്രാക്ഷനിലേക്ക് പോവാം. അതിനും റൂൾസ് ഉണ്ട്. എങ്ങനെ എഴുതും? ഞാൻ നേരത്തെ പോലെ AB
രണ്ട് ഇൻപുട്സ്, രണ്ട് ഓപ്പറൻസ് വേണമല്ലോ സബ്ട്രാക്ഷൻ നടത്താനും. അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാകാം? 0 0 ആകാം. എയുടെ വാല്യൂയും 0, ബിയുടെ വാല്യൂയും 0. 0യും 1ഉം ആകാം, 1ഉം 0യും ആകാം, 1ഉം 1ഉം ആകാം. സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടത്തുമ്പോൾ റിസൾട്ടിനെ നമ്മൾ എന്താ പറയുക? ഡിഫറൻസ്. അപ്പോൾ ഞാനതങ്ങ് എഴുതുകയാണ്, ഡിഫറൻസ്. നോക്കിക്കോളൂ, ശ്രദ്ധിക്കണം. 0 - 0 0 തന്നെയാണ്. 0 - 1 0 - 1 അവിടെ റൂൾ ഓർക്കണം, 1 borrow 1 എന്നാണ് പറയുക. 1 borrow 1. അപ്പോൾ ഇവിടെ നേരത്തെ കേസിൽ ക്യാരി വന്നതുപോലെ ഇവിടെ ഒരു ബോറോയാണുള്ളത്. 1 borrow 1, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 - 0 1 തന്നെയാണ്. 1 - 1 0 തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രം, സെക്കൻഡ് റോയിൽ മാത്രമാണ് 0 - 1ൻ്റെ ആൻസർ 1 borrow 1 എന്ന് വന്നത്. ഡെസിമലിൻ്റെ കേസ് എടുത്ത് നോക്കൂ. 25 - 19 ചെയ്യേണ്ടി വന്നാൽ നമ്മളെന്ത് ചെയ്യും? 5 - 9 എങ്ങനെ ചെയ്യും? തൊട്ട് മുന്നിൽ നിന്നും ഒരു 1നെ കടമെടുക്കുക എന്നൊക്കെ പറയും അല്ലേ? 1 borrow ചെയ്യുക. ഇവിടെ നിന്നൊരു 1 borrow ചെയ്യും. ഈ 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? 1. ഇവിടെ 1 ഉണ്ട്. ആ 1ഉം ഈ 5ഉം കൂടി 6 അല്ല 15 ആണ്. 15 - 9 6. 1 - 1 0. സോ 25 - 19 ദ ആൻസർ വിൽ ബി 6. അപ്പോൾ ഒരു 1 borrow വരുന്നുണ്ട് എപ്പോഴും. ചെറിയ ഡിജിറ്റിൽ നിന്നും വലിയ ഡിജിറ്റ് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ തൊട്ട് മുൻവശത്തു നിന്നും ഒരു 1 borrow ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കി സ്ഥലങ്ങളിൽ 0 കൊടുത്താൽ മതി. 0 0 0. ദിസ് ഈസ് ദ ടേബിൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് സബ്ട്രാക്ഷൻ റൂൾസ്. ഈ റൂൾസ് പഠിച്ചു വെച്ചേക്കണം, എങ്കിലേ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടത്താൻ കഴിയുള്ളൂ. ഒരെണ്ണം ചെയ്ത് നോക്കാം നമുക്ക്. ഇത് വലിയ നമ്പറും ഇത് ചെറിയ നമ്പറും തന്നെയാണല്ലോ. സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 1 - 0 1. 1 - 1 0. 1 - 0 1. 0 - 0 0. 1 - 1 0. സോ ദ ആൻസർ ഈസ് 101. സിമ്പിൾ ആണല്ലേ? ഇവിടെ ബോറോയുടെ ഒരു കേസ് വന്നില്ല. അതും കൂടി എടുത്ത് നോക്കാം. അവിടെയാണ് ഒരു അല്പം കോംപ്ലിക്കേഷൻ ഉള്ളത്. ബോറോ വരുന്നൊരു സിറ്റുവേഷൻ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. 1 0 1 0 1. അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നത് 1 1 1 0. നോക്കാം എങ്ങനെയാണെന്ന്. 1 - 0 നോ പ്രോബ്ലം, ഇറ്റ് ഇസ് 1. 0 - 1 0 - 1 ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്താ ആസ് പെർ റൂൾ എന്തുവാ? 1 borrow 1. 0 - 1ൻ്റെ ആൻസർ 1 borrow 1. തൊട്ട് മുന്നിൽ നിന്നും ബോറോ ചെയ്യണം. തൊട്ട് മുന്നിലുണ്ടല്ലോ അല്ലേ ഒരു 1. ഈ 1ൽ നിന്നും 1 അങ്ങ് ബോറോ ചെയ്തു. ഈ 1ൽ നിന്നും 1 അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ട്? 0. അത് എഴുതാൻ മറക്കരുത്. ഇവിടുത്തെ 1ൽ നിന്നും ഈ 1 ഇങ്ങോട്ടേക്ക് ബോറോ ചെയ്യേണ്ടി വന്നു എങ്കിൽ ഇവിടെ 1 എന്ന ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 1ൽ നിന്നും 1 ബോറോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് 0 ആണ്. അപ്പോൾ ഇനി നോക്കുക, 0 - 1 വീണ്ടും വന്നിരിക്കുന്നു. 0 - 1 1 - 1 അല്ല, ആ 1 അങ്ങ് പോയി കഴിഞ്ഞു. 0 - 1 അഗെയിൻ 1 borrow 1. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. 0 - 1 ആണ് ചെയ്യേണ്ടത്. 1 borrow 1. 1 എഴുതി. തൊട്ട് മുമ്പിൽ ബോറോ ചെയ്യാൻ 1 ഉണ്ടോ? തൊട്ട് മുമ്പിൽ ബോറോ ചെയ്യാൻ 1 ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇത് ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് 1 ബോറോ ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ആ 1 ആണ് അങ്ങോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 ഇവിടെ ചേരുമ്പോൾ ഇവിടെ 1 വരും. ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഒരു 1 ബോറോ ചെയ്യേണ്ടി വരുമ്പോൾ തൊട്ട് ഇടതുവശത്ത് 1 ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ബോറോ ചെയ്യുക, അവിടെ വെട്ടി 0 എഴുതാം. അവിടെ 1 കാണുന്നില്ല, 0 ആണുള്ളതെങ്കിൽ ആ 0യെ വെട്ടി 1 എഴുതുക, ഇടതുവശത്ത് വരിക. അവിടെ 0 ആണെങ്കിലോ അതിനെയും വെട്ടി 1 എഴുതുക, ഇടതുവശത്ത് വരിക. അങ്ങനെ ഒരു 1 കിട്ടുന്നത് വരെ ഇടതുവശത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കണം. എപ്പോൾ 1 കിട്ടുമോ അവിടെ നിന്ന് ആ 1 അങ്ങ് എടുത്തോളുക, അവിടെ 0യും ഇടണം. ഒന്നുകൂടി ഓർപ്പിക്കാം, എപ്പോഴെങ്കിലും 0 - 1 ചെയ്യേണ്ടി വന്നാൽ ആൻസർ 1 തന്നെയാണ്. ഇനി ഒരു 1 ബോറോ ചെയ്യണ്ടേ? തൊട്ട് ഇടതുവശത്ത് 1 ഉണ്ടെങ്കിൽ അതിനെ ബോറോ ചെയ്യാം. ആ 1നെ വെട്ടി അവിടെ അങ്ങ് 0 എഴുതിയാൽ മതി. അവിടെ 0 ആണ് ഇരിക്കുന്നതെങ്കിൽ ആ 0യെ വെട്ടി 1 ഇടണം, ഇടതുവശത്തേക്ക് ചാടണം. അവിടെയും 0 ആണെങ്കിലോ അതിനെയും വെട്ടി 1 ഇടണം, ഇടതുവശത്തേക്ക് ചാടണം. അപ്പോഴൊരു 1 കിട്ടിയെന്ന് വിചാരിച്ചോ. എങ്കിൽ ആ 1നെ ബോറോ ചെയ്യുന്നു.
അതിൻ്റെ അടയാളമായിട്ട് ആ 1-ന് പകരം 0 എഴുതുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് വളരെ ശ്രദ്ധാപൂർവ്വം ഓർത്തിരിക്കുക. സോ ഹിയർ ഇനി എന്താ വരുന്നത്? 1 - 1 0. സോ 1 1 1 ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ ആണെന്ന് തോന്നുന്നു. പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ കൺവേർഷൻ. ഡെസിമൽ ഫ്രാക്ഷനിൽ നിന്നും ബൈനറി ഫ്രാക്ഷനിലേക്ക് പോയി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ബൈനറി ഫ്രാക്ഷനിൽ നിന്നും ഡെസിമൽ ഫ്രാക്ഷനിലേക്ക് വന്നു. പ്രോസസ്സ് പഴയതിന് ഏതാ? ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റുകളുടെ സം എടുക്കുന്നു. പ്ലേസ് വാല്യൂ പ്രത്യേകം ശ്രദ്ധിക്കുക. 2⁻⁻1 2⁻2 എന്ന് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്നു. അത് രണ്ടുമായിരുന്നു കൺവേർഷനിൽ. പിന്നെ നമ്മൾ കണ്ടത് ബൈനറി അരിത്തമെറ്റിക്. അതിൻ്റെ ഭാഗമായി ബൈനറി അഡിഷൻ കണ്ടു. അഡിഷൻ റൂൾസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. ആ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്തു. സബ്ട്രാക്ഷൻ, അതിൻ്റെയും റൂൾസ് സ്റ്റേറ്റ് ചെയ്തു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ നടത്തി. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോറോ വരുന്ന കേസിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ കൺവേർഷൻസും അരിത്തമെറ്റിക് ഓപ്പറേഷൻസും പൂർത്തിയായി. ഇനി നമ്മൾ പോകുന്നത് ഡേറ്റ റെപ്രസെൻറ്റേഷനിലേക്കാണ്. അപ്പോൾ ഇതുവരെ ചെയ്തൊന്നും ഡേറ്റ റെപ്രസെൻറ്റേഷൻ അല്ലേ, അതിൻ്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. ഇത്തരം നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, അത് മാത്രമേ കണ്ടുള്ളൂ നമ്മൾ. നെഗറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് കണ്ടില്ല. അതാണ് ഇനിയുള്ളത്. പോസിറ്റീവ് നമ്പേഴ്സ്, അത് ഇൻറ്റിജർ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, നെഗറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒപ്പം ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുണ്ട്, ഓഡിയോ, വീഡിയോ, ഇമേജ്, അതിനെയൊക്കെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുകൂടി കാണേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഓൾ ദി ബെസ്റ്റ്.